ദിലീപിന്റെ മുൻ സുഹൃത്ത് ബാലചന്ദ്രകുമാർ നടനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി കോഡ് കൃത്യമായി തന്നെ ബാലചന്ദ്രകുമാറിന്റെ ആ ഒരു ബൈറ്റ് പ്രേക്ഷകരിലേക്ക് കൃത്യമായി തന്നെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ പക്കൽ കോടതിയിലുള്ള നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ദിലീപിന്റെ വീട്ടിൽ നിന്നാണ് പൾസർ സുനിയെ കണ്ടതെന്നും അദ്ദേഹം മൊഴി നൽകിയിരുന്നു. ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന നിരവധി വോയിസ് ക്ലിപ്പുകളും വെളിപ്പെടുത്തുകയും ചെയ്തു. ഒരു ക്ലിപ്പിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പുരുഷ ശബ്ദങ്ങൾ കേൾക്കാം. കേസിൽ ദിലീപിനെ സഹായിച്ച ഒരു VIP കുറിച്ചും ബാലചന്ദ്രകുമാർ പരാമർശിച്ചിരുന്നു. എന്നാൽ നമ്മൾ പോകുന്നത് ബാലചന്ദ്രകുമാറിലേക്ക് നമ്മൾ പോകും. അതിനു മുൻപ് പോകുന്നത് 2017 ഫെബ്രുവരി 23 ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് കൃത്യമായി തന്നെ അത് പരിശോധിക്കാം. 2017 ഫെബ്രുവരി മാസം 23 എന്താണ് നടന്നത് എന്ന് കൃത്യമായി തന്നെ നോക്കാം. അന്ന് പൾസർ സുനി അറസ്റ്റിലാവുകയാണ്. 2017 ഫെബ്രുവരി 23 കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നത്. എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോഴാണ് പൾസർ സുനിയെയും കൂട്ടാളി വിജീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പൾസർ സുനി അറസ്റ്റിലായി 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നു. എന്നാൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ടില്ല. തുടക്കത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയിരുന്ന പൾസർ സുനി സഹതടവുകാരോട് നടത്തിയ വെളിപ്പെടുത്തലുകളും ജയിലിൽ വെച്ച് ദിലീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതുമാണ് ദിലീപിലേക്ക് കേസന്വേഷണം നീളാനുള്ള കാരണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ, ആ ഫോണിന് എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ നശിപ്പിച്ചെന്ന പൾസർ സുനിയുടെ മൊഴി വിശ്വസനീയമല്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ഫോൺ നശിപ്പിച്ചു എന്ന പൾസർ സുനിയുടെ മുൻ അഭിഭാഷകരുടെ മൊഴി കണക്കിലെടുക്കാനാകുകയുമില്ല. കേസുമായി ബന്ധപ്പെട്ട് അപ്പുണ്ണിക്കെതിരായ അന്വേഷണം തുടരുകയാണ് എന്നും പോലീസ് അറിയിച്ചു. ദിലീപിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഇക്കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പൾസർ സുനിയുടെ മുൻ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയാണ് ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ നശിപ്പിച്ചതെന്നാണ് മൊഴി നൽകിയത്. തന്റെ ജൂനിയറായ രാജു ജോസഫാണ് ഫോൺ നശിപ്പിച്ചതെന്നും മൊഴിയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്തു. എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, പൾസർ സുനി അന്ന് പോലീസിന് നൽകിയ മൊഴി എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത്, നടിയെ ഉപദ്രവിച്ചതിനിടെ പകർത്തിയ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ കൊച്ചി വൈറ്റില ഗോൾഡ് സൂക്കിനടുത്ത സെന്റ് റീത്താസ് റോഡിൽ ഉപേക്ഷിച്ചു എന്നാണ് മുഖ്യപ്രതിയായ പൾസർ സുനി ആദ്യം പോലീസിന് മൊഴി നൽകിയത്. സുനി അറസ്റ്റിലായതിന് പിറ്റേന്ന് തന്നെ ഇവിടെ പരിശോധന നടത്തി എങ്കിലും പോലീസിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പോലീസും മാധ്യമങ്ങളും അടക്കം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ഫോൺ എവിടെയാണ്? ആ മൊബൈൽ ഫോൺ എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഗോശ്രീ പാലത്തിൽ നിന്ന് ഫോൺ കായലിലേക്ക് എറിഞ്ഞുവെന്നാണ് പൾസർ സുനി മൊഴി മാറ്റി നൽകിയത്. മൊഴി അങ്ങനെ മാറ്റിയപ്പോൾ ആ വഴിക്കും അന്വേഷണം നടത്തി. തുമ്പൊന്നും കിട്ടിയില്ല. ആക്രമണത്തിന് ശേഷം സുനി പോയ പൊന്നുരുന്നിയിലെ സുഹൃത്തിന്റെ വീട്ടിലും കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തുമെല്ലാം ഫോണിനായി പോലീസ് പരക്കം പാഞ്ഞുവെങ്കിലും ഈ ഉദ്യമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഇവിടങ്ങളിൽ നിന്ന് ലഭിച്ച ഫോണുകളും മെമ്മറി കാർഡുകളും അടക്കമുള്ള ഉപകരണങ്ങളിൽ നിർണായക ദൃശ്യങ്ങളില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ വേണ്ടിയായിരുന്നു തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചതെന്നും ദൃശ്യങ്ങൾ പകർത്തിയുന്നത് അടക്കമുള്ള നിഗമനത്തിലായിരുന്നു അന്ന് പോലീസ്. ഈ കണ്ടെത്തൽ കോടതിയിൽ തെളിയിക്കപ്പെടണമെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തുക തന്നെ വേണം. പകർത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളടക്കം കോടതിയിൽ നൽകണം. കൃത്യമായിട്ട് ആ ഫോൺ ഉൾപ്പെടെ നൽകണമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. നമ്മൾ വീണ്ടും 2017 ജൂൺ 30 പോവുകയാണ്. 2017 ജൂൺ 30 കാവ്യ മാധവന്റെ സ്ഥാപനത്തിൽ പരിശോധന നടത്തുന്നു. കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള കാക്കനാട്ടെ വ്യാപാര സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. പിടിയിലാകും മുൻപ് കേസിലെ മുഖ്യപ്രതികളായ പൾസർ സുനിയും സുഹൃത്തും ഈ സ്ഥാപനത്തിലെത്തിയെന്ന് നേരത്തെ പുറത്തുവന്ന കത്തിൽ പരാമർശമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു കാവ്യയുടെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയിൽ പരിശോധന നടത്തിയത്. അന്ന് വളരെ രഹസ്യമായാണ് പോലീസ് സംഘം കടയിലെത്തുകയും അവിടുത്തെ CCTV ദൃശ്യങ്ങൾ സംഘം പരിശോധിക്കുകയും ചെയ്തത്. പിന്നീടും ഇപ്പോഴും തെളിയാതെ കിടക്കുന്ന മറ്റൊരു സംഭവമാണ് മെമ്മറി കാർഡിലെ ദുരൂഹത. അതായത്, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കൃത്രിമത്വങ്ങളിലും അതിലേക്കുള്ള അനധികൃത പ്രവേശനവും സംബന്ധിച്ച കാര്യമായ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്.
ഇന്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് അടക്കം ഈ കാർഡ് പരിശോധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെമ്മറി കാർഡിലെ സീരിയൽ നമ്പറിന്റെ അഭാവം എടുത്തു കാണിച്ച് അതിന്റെ ആധികാരികതയിൽ സംശയം ഉന്നയിക്കുകയും അത് മാറ്റുകയും പകർക്കുകയും ചെയ്യും, അതായത് കോപ്പി ചെയ്തിരിക്കാം എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു വിദഗ്ധർ. മെമ്മറി കാർഡിന്റെ ഹാഷ് മൂല്യം മാറിയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സന്ദേശമയക്കൽ ആപ്പുകളുടെ പങ്കാളിത്തം കണക്കിലെടുക്കുമ്പോൾ ഉള്ളടക്കം പകർത്തിയതാണോ അതോ കൃത്രിമം കാട്ടിയതാണോ എന്ന് നിർണ്ണയിക്കാൻ വിപുലമായ ഫോറൻസിക്കിന്റെ പരിശോധനയും വിശകലനവും ആവശ്യം തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലേക്കാണ് ഈ നിർണായകമായ അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത്. ആ മൊഴിയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായ മൊഴിയെടുപ്പ് ഈ കേസിൽ വലിയ വഴിത്തിരിവുണ്ടായി. 51 പേജുകളിലാണ് അന്ന് ബാലചന്ദ്രകുമാർ മൊഴി എഴുതി കൊടുത്തത്. അന്ന് അദ്ദേഹം മൊഴി എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുൻപ് മീഡിയ വണ്ണിന്റെ പ്രതിനിധിയുമായി അദ്ദേഹം കുറെ വെളിപ്പെടുത്തലുകൾ നടത്തി. ആ വെളിപ്പെടുത്തലിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ്. ദിലീപ് ഏട്ടൻ വളരെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ടെൻസ്ഡായിട്ട് കാണപ്പെട്ടു. ഡിസ്റ്റർബ്ഡ് ആയിരുന്നു പുള്ളി. ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര അങ്ങോട്ട് നടക്കുന്നു, തലങ്ങും വിലങ്ങും നടക്കുന്നു, ഇരിക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ബാലുവിടെ ഇരുന്നുള്ളൂ, കുഴപ്പമില്ല, ഞാൻ അതിനിടയ്ക്ക് ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഡിസ്റ്റൻസിൽ കിളികളൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഫ്രണ്ടിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് വരും, നമുക്ക് എവിടെ നിന്ന് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, എവിടെ നിന്ന് പിടിക്കാമെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ കുറിച്ചാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് പോകും, തിരിച്ചു വരും. ഇതിനിടയ്ക്ക് ഫോൺ ചെയ്ത് ആരോടോ ഷൗട്ട് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു അനൂപിനോടാണ് ഷൗട്ട് ചെയ്യുന്നത്, അനിയനോടാണ്, അളിയനോട് ഷൗട്ട് ചെയ്യുന്നു. എന്തോ ഒരു വിഷയം നടന്നിട്ടുണ്ട് അവിടെ അവർ തമ്മിൽ. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ബൈജു എന്ന് പറഞ്ഞൊരു സുഹൃത്തോട് വരുന്നു. ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണിത്. ബൈജുവിനെ എനിക്ക് നന്നായിട്ടറിയാം. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ആലുവ MLA അൻവർ സാദത്തിൻ്റെ സുഹൃത്താണെന്ന് അവർ തമ്മിൽ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അവരെ തമ്മിലൊരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. ദിലീപ്, അൻവർ സാദത്ത്, ബൈജു എന്ന് പറയുന്നത് അവർ തമ്മിലൊരു ത്രയം എന്ന് പറയുന്നത് ഭയങ്കര സുഹൃത്തുക്കളാണെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല അവിടെ വന്ന് ഈ പറഞ്ഞ ആലുവ MLAയുടെ കാര്യം ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അൻവറിനെ കണ്ടിരുന്നോ, വിളിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ദിലീപേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബൈജു അവിടെ വന്നു. ബൈജു വന്നപ്പോൾ തന്നെ ബൈജു സംസാരിക്കുന്നു. എനിക്ക് സംശയം തോന്നി തുടങ്ങിയ ഈ സ്ഥലത്ത് നിന്നാണ്. മറ്റത് കിട്ടിയോ, ക്ലിപ്സ് കിട്ടിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല എന്ന് ദിലീപേട്ടൻ എന്തോ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കോപ്പി ചെയ്തെന്ന് പറയണം കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ആരോ ഒരാൾ അത് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ട്, കോപ്പി ചെയ്തെന്ന് പറയണം എന്നുള്ളതിൽ പറഞ്ഞു. നമുക്ക് സ്വാഭാവികമായിട്ടൊരു സ്പാർക്ക് വരുമല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ക്ലിപ്പ് എന്നുള്ള വാക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൂടുതൽ കേൾക്കുന്ന കാലഘട്ടമായിരുന്നു അത്. ഇവർ ദിലീപേട്ടൻ പുള്ളിയെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ മദ്യപിക്കില്ല എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. പുള്ളി മദ്യപിക്കില്ല എന്ന് പറയുന്നെങ്കിലും പുള്ളി മദ്യപിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാനിത് പറയുമ്പോൾ പുള്ളി കേട്ടാലും പുള്ളിക്കറിയാം ബാലുവിനത് അറിയാമെന്ന്. ഇവരകത്ത് പോയി ബിയർ എന്തോ കഴിച്ചിട്ട് തിരിച്ചു വന്നു. ദിലീപേട്ടൻ ഭയങ്കര ടെൻഷനാണ്. എന്നിട്ട് അവിടെ ഗസ്റ്റ് റൂമുണ്ട്, അവിടെ ഇങ്ങനെ എന്നിട്ട് ബാലു വരും, നമുക്ക് AC കുറച്ച് നേരം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറത്തേക്കാണ് എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല. 15-ാം തീയതി നാളെ രാവിലെ ദിലീപേട്ടൻ പോകും. അങ്ങനെ അകത്ത് വന്നിരുന്നിട്ട് പുള്ളി കുറേ നേരം സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ സംസാരിക്കുന്നത് കംപ്ലീറ്റ് ക്ലിപ്പുകളെക്കുറിച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ടാബിരുന്നു സാംസങ്ങിൻ്റെ, ഞാനിങ്ങനെ പതുക്കെ റെക്കോർഡർ താഴ്ത്തി അങ്ങ് വെച്ചു. അപ്പോൾ കുറേ നേരം സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് പുള്ളിയുടെ സുഹൃത്തിനോട് പറയാണ്, ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. പുള്ളി പറയാണ്, ബൈജു ഭായ്, സത്യത്തിൽ ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടല്ല, ഇതൊരു പെണ്ണ് അനുഭവിക്കേണ്ടതാണ്. അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു. പുള്ളിക്ക് ലയൺസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പുണ്ട്, ഒരു ഗുണ്ടാ സെറ്റപ്പുണ്ട്. ഈ ലയൺസിലെ ആരാധകരെ ഞാൻ പറയില്ല കേട്ടോ, ഈ ഫാൻസുകാരെ ഞാൻ പറയില്ല. ഒരു പക്ഷേ ഇത് ഈ പറഞ്ഞ കുറച്ച് ബൗൺസേഴ്സ്, ഒരു 10-50 പേരടങ്ങുന്ന ലയൺസ് എന്ന് പറഞ്ഞൊരു സംഘം തന്നെ പുള്ളിയുടെ കയ്യിലുണ്ട്. ഈ പുള്ളി ആലുവയിൽ നിന്ന് പുള്ളി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിരിക്കുകയാണെങ്കിൽ ഹൈവേയിൽ കയറിയോടെ രണ്ടുപേരോടെ ഒന്ന് സലാം വയ്ക്കും. കാരണം പുള്ളി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. പുള്ളി അതിലേക്ക് പൈസ കൊടുത്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളാണ് പുള്ളി. അത് കഴിഞ്ഞിട്ട് കളമശ്ശേരി വരുമ്പോൾ രണ്ടുപേർ ഇങ്ങനെ നമ്മൾ ഈ പോലീസ് ഓഫീസേഴ്സ് പോകുമ്പോഴോ ജഡ്ജസ് പോകുമ്പോഴോ ഓരോരുത്തരിങ്ങനെ സലാം വയ്ക്കുന്ന പോലെ അറ്റൻഡ് ചെയ്ത് വിടും പുള്ളി. ഒരു സ്ഥലത്ത് പാലാരിവട്ടത്ത് ഒരാളിനെ അതിൽ കണ്ടില്ലെങ്കിൽ പുള്ളി ഉടനെ അവിടുത്തെ ആളിനെ വിളിക്കും, എന്താ എവിടെ പോടാ എന്ന് ചോദിക്കും. ഈ സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത്. ഞാൻ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട് പേഴ്സണലി അയാളുടെ ആവശ്യങ്ങൾക്ക്. പിന്നെ ടവർ ലൊക്കേഷനൊന്നും പോലീസിനെ പുള്ളി പഠിപ്പിക്കേണ്ട, പുള്ളിയെ പോലീസ് പഠിപ്പിക്കേണ്ട, പോലീസിന് പുള്ളി പറഞ്ഞു കൊടുക്കും. പുള്ളിയുടെ കാറിൽ പുള്ളിയുടെ ഫോൺ ഇട്ടിട്ട് ഈ പറയുന്ന അപ്പുണ്ണി എന്ന് പറയുന്നവനും ഈ പറഞ്ഞ കൂടെയുള്ള ഡ്രൈവർമാരും ഫോൺ മാത്രം ഇട്ടിട്ട് കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് വരും, തൃശ്ശൂർ പോയിട്ട് വരും. ആ സമയത്ത് ദിലീപേട്ടൻ തിരുവനന്തപുരം വരും. അപ്പോൾ ദിലീപ് നോക്കുമ്പോൾ പോലീസ് അടിക്കുമ്പോൾ ടവർ ലൊക്കേഷൻ പാലക്കാട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. ഇത് പുള്ളിയുടെ ഒരു രീതിയാണ്, ഇത് വേറെ ആർക്കും അറിയില്ല. പുള്ളി വീട്ടിൽ വെച്ച് ഗണ്ണ് ലോഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഗണ്ണ് കയ്യിലെടുത്തിട്ട് സൈലൻസർ വെച്ചിട്ടുള്ള ആളാണ്. പുള്ളി ഇല്ല എന്ന് പറയട്ടെ,
പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ഭയമുണ്ട്, കാരണം നമ്മളെന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ പുള്ളി അവിടെ നിന്ന് കൊടുക്കുന്ന കമാൻഡുകളും കാര്യങ്ങളും, പുള്ളി അങ്ങനെ ഒരു സാത്വികൻ്റെ വേഷം കെട്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഭയമുള്ളത് കൊണ്ട് ഞാനത് വളരെ സൂക്ഷിച്ചാണ് റെക്കോർഡ് ചെയ്തത്. എന്തായാലും ബൈജുമായിട്ടുള്ള സംഭാഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുള്ളി ഭ്രാന്തളയിൽ കുറേ പേരെ വിളിക്കുകയാണ്. അപ്പോൾ അതിൽ വിളിക്കുന്ന ഒരു കോളിങ് തന്നെയാണ്, ഓൺ സൈഡ് സ്പീച്ച് നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. സാഗർ ഫിലിപ്പച്ചനെ കാണാൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടോ എന്ന്. ഈ സാഗർ എന്ന് പറയുന്ന ആൾ പ്രോസിക്യൂഷൻ്റെ സാക്ഷിയായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്, 1 മണിക്കൂർ കഴിഞ്ഞ് അറിയുന്നത്. അപ്പോൾ സാഗർ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഫിലിപ്പ് എന്ന് പറയുന്ന പുള്ളിയുടെ അഡ്വക്കേറ്റിൻ്റെ പേരാണ് ഫിലിപ്പ് ടി വർഗീസ്, പുള്ളിയുടെ പേഴ്സണൽ അഡ്വക്കേറ്റാണ്, പുള്ളിയുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ സാഗർ ഫിലിപ്പച്ചനെ കാണാൻ പോയി. അപ്പോൾ സാഗർ എന്ന് പറയുന്ന ആൾ ഫിലിപ്പച്ചനെ ഒരിക്കലും കാണാൻ പാടില്ലല്ലോ, പ്രോസിക്യൂഷൻ്റെ സാക്ഷിയായിട്ടിരുന്ന ആളാണ്. പ്രോസിക്യൂഷൻ്റെ സാക്ഷിയായിരുന്നതിന് ശേഷം അയാൾ തിരിഞ്ഞ് മൊഴി കൊടുത്ത ആളാണ്. അതായത് സാക്ഷിയെ അവർ സ്വാധീനിച്ചിട്ട് മൊഴി മാറ്റി എന്നുള്ളൊരു വിഷയം പോലീസിൻ്റെ കേസ് കിടക്കുകയാണ്. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്താണ് ഈ സാഗർ ഈ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കുന്നത്. അത് പോയത് നേരത്തെ എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ. നേരത്തെ ദിലീപേട്ടൻ ജയിലിൽ കിടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ പ്രോസിക്യൂഷൻ്റെ സാക്ഷിയായ സാഗറിനെ ഇവരുടെ വീട്ടിൽ സുനീർ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. ഈ സുനീർ വഴി അവൻ്റെ മനസ്സ് മാറ്റിയെടുത്തിട്ട് മൊഴി മാറ്റി പറയിപ്പിച്ചു. അങ്ങനെയാണ് ജാമ്യം കിട്ടിയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. നോക്കൂ, 2021 ഡിസംബർ 26 മീഡിയ വൺ സംപ്രേഷണം ചെയ്ത ഒരു പ്രതികരണമാണ് ഇത് ബാലചന്ദ്രന്റെ. അപ്പോൾ ബാലചന്ദ്രകുമാർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു അന്ന് അന്വേഷണ സംഘത്തോടും വെളിപ്പെടുത്തിയില്ല. അത്തരത്തിൽ ഒട്ടനവധി ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോഴും അറിയേണ്ട കാര്യം ആ ഫോൺ എവിടെയാണ്. അന്വേഷണ സംഘത്തിന് ആ ഫോൺ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആ ഫോൺ എവിടെയെന്ന് ചോദ്യചിഹ്നമായി നോക്കിയിരിക്കുകയാണ്. ഏതായാലും ഒട്ടനവധി ദുരൂഹതകൾ ബാക്കിയാക്കി ആ കേസ് ഇങ്ങനെ നിലനിൽക്കുന്നു. ഏതായാലും 8-ാം തീയതി വിധി വരുമ്പോൾ നമുക്കറിയാം കോടതിയിൽ ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ എന്താണ് എന്ന് നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം.